51 കോടി ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ വിവരങ്ങളാണ് ചോർത്തിയതെന്ന് പ്രതികൾ പറഞ്ഞു. അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വിവരങ്ങളും ചോർത്തിയെന്ന് പ്രതികൾ ദില്ലി പോലീസിനോട് പറഞ്ഞു. 81.5 കോടി ഇന്ത്യക്കാരുടെ വ്യക്തി വിവരങ്ങൾ ഡാർക്ക് വെബിലൂടെ പുറത്തുവന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കിയിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ചോർച്ചയാണിതെന്നും സാങ്കേതിക രംഗത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്നു. സൂചന ICMRന്റെ ഡാറ്റ ബേസിൽ നിന്നാണ് വിവരങ്ങൾ ചോർത്തിയിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. PWN 0001 എന്ന ഹാക്കറാണ് പൊതുജനശ്രദ്ധയിൽപ്പെടുത്തിയത്. ആധാർ, പാസ്പോർട്ട് വിശദാംശങ്ങൾ കൂടാതെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ പേരുകൾ, ഫോൺ നമ്പറുകൾ, താൽക്കാലികവും സ്ഥിരവുമായ വിലാസങ്ങൾ എന്നിവ ചോർന്ന വിവരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്നും ഹാക്കർ വിശദീകരിച്ചു. COVID-19 പരിശോധനയ്ക്കിടെ ICMR ശേഖരിച്ച വിവരങ്ങളാണ് ചോർന്നതെന്നാണ് ഹാക്കർ അവകാശപ്പെടുന്നത്. കേരളത്തിലെ നിരവധി പേരുടെ വിവരങ്ങളും ചോർന്നതായി സ്ക്രീൻഷോട്ടുകൾ വ്യക്തമായിരുന്നു. സൈബർ സുരക്ഷയിലും ഇന്റലിജൻസിലും വൈദഗ്ധ്യമുള്ള അമേരിക്കൻ ഏജൻസിയായ സെക്യൂരിറ്റിയാണ് ഡാറ്റ സംഘത്തിലെ കുറിച്ച് പ്രാഥമിക കണ്ടെത്തൽ നടത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ചോർന്ന വിവരങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളുള്ള 1 ലക്ഷം ഫയലുകളുണ്ടെന്ന അമേരിക്കൻ ഏജൻസിയായ സെക്യൂരിറ്റിയുടെ ഡാറ്റ ഗവേഷക സംഘം പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫ് ഇന്ത്യയും ഡാറ്റ ചോർച്ചയെക്കുറിച്ച് ICMRന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ കോവിഡ് പരിശോധനാ വിവരങ്ങൾ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ, ICMR, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നിങ്ങനെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ പക്കലാണ് വിവരങ്ങളുള്ളത്. മുടങ്ങിപ്പോയ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.